എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ് പാസ്വേഡ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയാൽ എങ്ങനെ അത് കണ്ടുപിടിക്കാം എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പാസ്വേഡ് മറന്നുപോയാൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾക്കിവിടെ കാൻഡിഡേറ്റ് ലോഗിൻ HWS എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണാൻ പറ്റും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ഇവിടെ യൂസർ നെയിം, അതുപോലെ പാസ്വേഡ്, അതുപോലെ ഡിസ്ട്രിക്ട് എന്ന് കാണാം. ഈ ഒരു താഴെ ഭാഗത്ത് തന്നെ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. നിങ്ങൾ ഈ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക. നിങ്ങളുടെ ജില്ല ഏതാണ്, അത് ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിച്ചത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ഒരു ക്യാപ്ച കോഡ്, അതായത് കുറച്ച് നമ്പേഴ്സ് കാണാം, ആ ഒരു നമ്പേഴ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നൽകിയ മൊബൈൽ നമ്പർ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നൽകിയ മൊബൈൽ നമ്പർ തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. തെറ്റാണെങ്കിൽ അവിടെ എറർ വരുന്നതാണ്. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അതായത് OTP നൽകാനുള്ള പേജ് വരും. അപ്പോൾ സെൻഡ് OTP എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP നൽകാനുള്ള ആ ഒരു പേജിൽ കാണാവുന്നതാണ്. ആ ഒരു ഭാഗം കാണാം. അതിൽ നിങ്ങളുടെ OTP കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു OTP കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജ് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്ന പേജാണ്. ആ ഒരു പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ 2 ബോക്സുകൾ കാണാം, ന്യൂ പാസ്വേഡ്, അതുപോലെ തന്നെ റീ എൻ്റർ പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 2 ബോക്സിലും ഒരേ പാസ്വേഡ്, നിങ്ങൾക്ക് ഏതാണോ പാസ്വേഡ് നൽകേണ്ടത് അത് ഒരു ബോക്സിൽ കറക്റ്റായിട്ട് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ബോക്സിലും അത് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം അതൊരു പേപ്പറിൽ ആ ഒരു പാസ്വേഡ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് എഴുതി വെക്കുക. അതിനുശേഷം കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറാണ് മറന്നു പോയതെങ്കിൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ലിങ്ക് കാണാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് നിങ്ങളോട് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിച്ചത് ആ ഒരു ജില്ല ചോദിക്കും. അപ്പോൾ ആ ഒരു ജില്ല ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് SSLC സ്കീം, അത് നിങ്ങൾ അപേക്ഷ നൽകിയപ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന സ്കീം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഈ വർഷം SSLC പാസ്സായവരാണെങ്കിൽ 2023-24 അപ്പോൾ നിങ്ങൾ ഏതാണോ നൽകിയത് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഭാഗമുണ്ട്, അത് രജിസ്റ്റർ നമ്പർ നൽകുക. അതിനുശേഷം ഏത് മാസമാണ് പാസ്സായിട്ടുള്ളത്, മെയ് മാസത്തിലായിരുന്നു റിസൾട്ട് വന്നത്, അപ്പോൾ മെയ്യിലാണ്. അപ്പോൾ നിങ്ങൾ ഏതാണ് നൽകിയിട്ടുള്ളത്, മാർച്ചാണ് നൽകിയതെങ്കിൽ മാർച്ച് നൽകുക, അതുപോലെ മെയ് ആണെങ്കിൽ മെയ് നൽകുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നിങ്ങൾ മുൻപ് നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ രണ്ട് തവണ നൽകുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ മോഡ് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. സ്വന്തമായിട്ടാണോ അല്ലെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് വഴിയാണോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ ആണ് ചോദിക്കുന്നത്. സ്വന്തമായിട്ടാണെങ്കിൽ സെൽഫ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്യാപ്ച കാണാൻ സാധിക്കും, കുറച്ച് നമ്പേഴ്സ് അത് കറക്റ്റായിട്ട് ഈ ഒരു ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP സെൻഡ് OTP എന്നുള്ള ഓപ്ഷൻ കാണാം, അത് സെൻഡ് OTP ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വന്ന OTP നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതി വെക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.